ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഐശ്വര്യയോട് വസുന്ധര പറയുകയാണ്, ഈ വീട്ടിൽ തന്നെ തുടരണമെന്നാണ് ഐശ്വര്യക്കെങ്കിൽ ഐശ്വര്യ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഒപ്പം ഹോസ്പിറ്റലിലേക്ക് വരണം. എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. അതനുസരിക്കാൻ ഐശ്വര്യയെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഐശ്വര്യയ്ക്ക് ഈ നിമിഷം ഇവിടെ നിന്ന് പടിയിറങ്ങാം. തുടർന്ന് ഐശ്വര്യ അമൃതയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമൃതയും പറയുന്നു, ഐശ്വര്യ, ഇത് ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാ. ഇത് കേൾക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, എങ്ങനെയെങ്കിലും അരുണിനെ ഒഴിവാക്കണം. എന്നിട്ട് ഇവരുടെ ഒപ്പം പോകാം. അവിടെ ചെന്ന് എന്തെങ്കിലും തന്ത്രം കാണിക്കുകയും ചെയ്യാം. ശരി, നമുക്ക് പോകാം. പക്ഷേ നമ്മുടെ ഒപ്പം അരുൺ വരാൻ പാടില്ലെന്ന് ഐശ്വര്യ പറയുന്നു. അരുൺ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ ടെസ്റ്റിന് വരത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വരില്ലെന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ, അരുൺ നിന്റെ ഭർത്താവല്ലേ എന്ന് വസുന്ധര ചോദിക്കുന്നു. അരുണൊപ്പം ഉണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ടെസ്റ്റിൽ വേരിയേഷൻ ഉണ്ടാകുമെന്നും ഐശ്വര്യ പറയുമ്പോൾ, ശരി, അരുൺ വരുന്നില്ല, നീ ഇറങ്ങാൻ നോക്കാൻ വസുന്ധര പറയുന്നു. തുടർന്ന് എല്ലാവരും താഴേക്ക് ഇറങ്ങുമ്പോൾ ശ്യാമ അരുണിനോട് പറയുകയാണ്, അരുണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. ഞാനും കൂടി വരാമെന്ന് അരുൺ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, വേണ്ട അരുണേട്ടാ, ഇത് നാടകമാണെങ്കിൽ ഇന്നത്തോടെ ഈ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കും. അത്രയും പറഞ്ഞ് അരുണിനോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ശ്യാമ ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഹോസ്പിറ്റലിൽ നിൽക്കുന്നതാണ്. അങ്ങനെ ഐശ്വര്യ സ്കാനിങ്ങിനായി അകത്തേക്ക് വിളിക്കുമ്പോൾ പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് ഐശ്വര്യ. ഐശ്വര്യ ചെല്ലെന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, എൻ്റെ ദൈവമേ, സ്കാനിങ് നടത്തിയാൽ ആകെ പ്രശ്നമാകും. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഐശ്വര്യയെ ചെല്ലാനല്ലേ പറഞ്ഞതെന്ന് വസുന്ധര ദേഷ്യത്തോടെ പറയുമ്പോൾ ഐശ്വര്യ സ്കാനിങ്ങിനായി അകത്തേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഐശ്വര്യ സിസ്റ്ററിനോട് പറയുകയാണ്, സിസ്റ്റർ നടന്നോളൂ, എനിക്കൊരു ഫോൺ ചെയ്യണം, എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം. അത് പറ്റില്ലെന്ന് സിസ്റ്റർ പറയുമ്പോൾ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ഫോൺ ചെയ്യണമെന്ന് ഐശ്വര്യ വീണ്ടും പറയുന്നു. അങ്ങനെ ഐശ്വര്യ പുറത്തേക്ക് മാറി നിന്ന് മായയെ വിളിക്കുകയാണ്. എൻ്റെ മായെ, ഞാനൊരു കുരുക്കിൽ പെട്ടിരിക്കുക. വസുന്ധരാമയും ശ്യാമയും എല്ലാവരും കൂടി എന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാ. ഇപ്പോതാ ഞാൻ സ്കാനിങ്ങിന് കയറാൻ പോവുകയാ. അതാകെ പ്രശ്നമാണല്ലോ ഐശ്വര്യയെന്ന് മായ പറയുമ്പോൾ, ഞാനാകെ പെട്ടിരിക്കുകയാ, ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഐശ്വര്യ ചോദിക്കുന്നു. തുടർന്ന് മായ പറയുകയാണ്, അവിടെ സ്കാനിംഗ് സെന്ററിലെ ടെക്നീഷ്യൻ എനിക്കറിയാവുന്നവരാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യാം. കള്ള സ്കാനിംഗ് റിപ്പോർട്ട് തരുന്നതിന് നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരുമെന്ന് മായ പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ലെന്നും എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാനും ഐശ്വര്യ പറയുന്നു. എൻ്റെ സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടിട്ട് വസുന്ധരാമയും ശ്യാമയും ഞെട്ടണം. അതൊക്കെ ഞെട്ടിക്കാം ഐശ്വര്യ എന്ന് പറഞ്ഞ് മായ കോള് കട്ട് ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. തുടർന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടിയിട്ട് വേണം അരുണിന് ചെന്ന് 2 ഡോസ് കൊടുക്കാൻ. തുടർന്ന് ശ്യാമ ഇതെല്ലാം കേട്ടതിന് ശേഷം നേരെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത്യാവശ്യമാ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ വസുന്ധരയെ വിളിച്ചുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവരെ കണ്ടയുടൻ ഡോക്ടർ ചോദിക്കുകയാണ്, എന്താ, നിങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. അത് പിന്നെ ഡോക്ടർ, ഇപ്പോൾ വന്ന ഐശ്വര്യ എടുത്തി എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ്. ശ്യാമേ, ഐശ്വര്യയുടെ ചെക്കപ്പ് കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ പ്രഗ്നൻസിയുടെ 3-ാം മാസമാണെന്നല്ലേ പറഞ്ഞത്. സ്കാനിംഗ് റിപ്പോർട്ട് കൂടി കിട്ടാനുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. അല്ല ഡോക്ടർ, അതിലൊരു പ്രശ്നമുണ്ട്. എന്താ ശ്യാമേ, കാര്യം എന്താണെങ്കിലും പറഞ്ഞോളാൻ ഡോക്ടർ പറയുന്നു. അത് പിന്നെ ഡോക്ടർ, നമ്മൾ തമ്മിൽ പരിചയമുള്ളത് കൊണ്ട് പറയുകയാണ്, ഐശ്വര്യയുടെ പ്രഗ്നൻസിയിൽ ചില സംശയങ്ങളൊക്കെയുണ്ട്. ഇത്ര ദിവസമായിട്ടും ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് വരാൻ ഐശ്വര്യ തയ്യാറായിരുന്നില്ല. പിന്നെ പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെയാ നിശ്ചയിച്ചതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, ഒരു ദിവസം സ്കാനിംഗ് റിപ്പോർട്ടുമായിട്ട് വീട്ടിലേക്ക് വന്നതാണെന്നും അന്ന് എല്ലാവരോടും പറയുകയാ ചെയ്തതെന്നും വസുന്ധര പറയുന്നു. പിന്നീട് ദിവസങ്ങൾ പോകുന്തോറും പ്രഗ്നൻസിയുടെ ഓരോ ലക്ഷണങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങള് വളരെ കഷ്ടപ്പെട്ടിട്ടാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പോൾ ആരോടോ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഇവിടുത്തെ സ്കാനിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഏതോ ടെക്നീഷ്യനെ പരിചയമുണ്ടെന്നും പൈസ കൊടുത്ത് കളർ റിപ്പോർട്ട് ഉണ്ടാക്കുമെന്നുമൊക്കെയാ പറഞ്ഞു കേട്ടത്. അങ്ങനെ പറഞ്ഞോ? എന്നാലേ എൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു കള്ളത്തരം കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഞാൻ തന്നെ കണ്ടെത്തി തരാമെന്നും ഡോക്ടർ പറയുന്നു. നിങ്ങൾ പുറത്തു നിന്നോളൂ, എന്താണെങ്കിലും ഇവിടെ ഇങ്ങനൊരു കള്ളത്തരം നടക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ സമാധാനത്തോടെ വസുന്ധരയും ശ്യാമയും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സ്കാനിംഗ് റൂമിന്റെ പുറത്തു നിൽക്കുന്ന ഐശ്വര്യയും ടെക്നീഷ്യനെയുമാണ്. മായ മേഡം എന്നെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ടെക്നീഷ്യൻ പറയുന്നു. സത്യത്തിൽ എനിക്കിപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇതാണെങ്കിലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിക്കുകയാണെങ്കിൽ പറഞ്ഞ തുക കൂടാതെ നല്ലൊരു ഗിഫ്റ്റും കൂടി ഞാൻ ലേഖയ്ക്ക് തരുന്നുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു. അതേസമയം ശ്യാമ ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് സ്കാനിംഗ് റൂമിന്റെ അങ്ങോട്ടേക്ക് വരികയാണ്.
ഡോക്ടറെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ടെക്നീഷ്യൻ. അല്ല ഡോക്ടർ എന്താ ഇവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ ഐശ്വര്യയുടെ സ്കാനിങ് ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഇല്ല ഡോക്ടർ എന്ന് ടെക്നീഷ്യൻ പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇത് ശ്യാമ അറിയാലോ അല്ലേ? അറിയാം ഡോക്ടർ. ശ്യാമയ്ക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കണം. ശ്യാമയുടെ സ്കാനിങ്ങിന് ഞാൻ കൂടി ഉണ്ടാകും. ഐശ്വര്യയും പോന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ സ്കാനിങ് റൂമിലേക്ക് പോകുന്നു. അങ്ങനെ ശ്യാമയുടെ റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ പറയുകയാണ്, ശ്യാമയ്ക്ക് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. കുഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയുണ്ട്. ഡോക്ടർ ഐശ്വര്യയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യയുടെ റിപ്പോർട്ട് എടുക്കുകയാണ് ഡോക്ടർ. വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നുണ്ട് ഡോക്ടർ. ഐശ്വര്യ പ്രഗ്നന്റ് അല്ലേ എന്ന് വസുന്ധരയും ശ്യാമയും ചോദിക്കുമ്പോൾ ഡോക്ടർ ആ ഞെട്ടിക്കുന്ന രഹസ്യം അവരോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടലോടെ ഡോക്ടറിനെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സ്കാനിംഗ് റൂമിന്റെ പുറത്ത് നിൽക്കുന്ന ഐശ്വര്യയാണ്. ലേഖ കള്ള റിപ്പോർട്ട് കൊണ്ട് ഐശ്വര്യക്ക് കൊടുക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞ 25,000 രൂപയും ഞാൻ ഇപ്പോൾ തന്നെ തന്നേക്കാമെന്ന് ഐശ്വര്യ പറയുന്നു. അങ്ങനെ ഐശ്വര്യ സമാധാനത്തോടെ അവിടെ നിൽക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സുരഭി പറയുകയാണ്, മോളെ ഞാൻ എല്ലായിടത്തും നോക്കി. വസുന്ധരയും ശ്യാമയും അമൃതയും ഒന്നും കാണാനേ ഇല്ല. അവര് പെട്ടെന്ന് എങ്ങോട്ടേക്ക് പോകാനാണെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്നും അവർ വന്ന കാറ് പോലും കാണാനില്ലെന്നും സുരഭി പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ഐശ്വര്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നൈസ് ക്രിയേഷൻസ്.